ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി വിവേകിനെയും ആരതിയെയും വിളിച്ച് നാളെ ഈ വീട്ടിൽ സൂര്യ സാർ ഒരു സ്വാമി പൂജ ഏർപ്പാടാക്കിയിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും അതിൽ പങ്കെടുക്കാൻ വരണമെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പോൾ വിവേക് നന്ദിനിയോട് പറയാണ്, സൂര്യയുടെ ഈ മാറ്റം അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. നന്ദിനി, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ കാരണമാണ് സൂര്യ ഇത്രയധികം ഭക്തനായതും ഇങ്ങനെ മാറിയതുമൊക്കെ. ഇനി എന്തെല്ലാമാണാവോ ഞങ്ങൾ കാണാനിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. അങ്ങനെ ആരതി ഫോൺ വാങ്ങി സംസാരിക്കുകയാണ്. അപ്പോൾ ആരതി പറയണ, നാളത്തെ ചടങ്ങിൽ ഞാൻ എന്തായാലും വരില്ല. അതെന്താ ആരതി നീ വരാത്തത്? നീ എന്തായാലും വരണം വിവേകിനോടൊപ്പം. അത് പിന്നെ നന്ദിനി, എനിക്ക് ആ സ്വാമി പൂജയിൽ പങ്കെടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അതെന്താ ആരതി നിനക്ക് പങ്കെടുക്കാൻ കഴിയാത്തത്? അതെന്താ നിനക്കൊന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? പങ്കെടുക്കാൻ പാടില്ലാത്ത സമയമായതുകൊണ്ടാണ്. ഓ അത് ശരി. പിന്നെ നന്ദിനി വിവേകിനോടും ആരതിയോടും പറയുകയാണ്, ഞാനും സൂര്യ സാറിനോടൊപ്പം മാല ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരതിയും വിവേകും അതിശയിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി കാര്യങ്ങളൊക്കെ വിശദമാക്കി കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ ആരതി ചോദിക്കുകയാണ്, അല്ല നീ മാലയിട്ട സമയത്ത് അവിടെ പത്മ മേഡം പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? അപ്പോൾ നന്ദിനി കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറയണേ. എങ്കിൽ എന്തായാലും വിവേകിനോട് നാളെ എത്താൻ പറയണം എന്ന് പറഞ്ഞ ശേഷമാണ് ഫോൺ വെക്കുന്നത്. പിന്നീട് പൂജ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുകയാണ് സൂര്യയും യതീന്ദ്രനും നന്ദിനിയും രാജുവേട്ടനൊക്കെ. അപ്പോഴത്തേക്കും പൂജാരികളൊക്കെ അവിടെ എത്തുകയാണ്. അപ്പോഴത്തേക്കും വിവേകും അവിടേക്ക് എത്തണേ. എന്നിട്ട് സൂര്യയുമായി സംസാരിക്കുകയാണ്. അപ്പോൾ വിവേക് പറയണേ, എന്തായാലും സൂര്യ, നിന്നെ ഞാൻ സമ്മതിച്ചു. എന്തായാലും ഈ വേഷം നിനക്ക് നന്നായിട്ട് തന്നെ ചേരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയണേ, ആ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ദിവസം ഒന്ന് കഴിയട്ടെ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് നിനക്ക് ഞാൻ അപ്പം കാണിച്ചു തരാം. വിവേക് പറയണേ, അതൊക്കെ ഇരിക്കട്ടെ, നന്ദിനിക്ക് മാലയിട്ടത് അത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ സൂര്യ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ യതീന്ദ്രൻ മനസ്സിൽ ചിന്തിക്കാണ്, പത്മയും ഇന്ദ്രജയും വിജയനും വേദയും ഒന്നും കാണുന്നില്ലല്ലോ, അവരിപ്പോൾ എവിടെ പോയി? ചടങ്ങ് തുടങ്ങാനുള്ള സമയമായല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് യതീന്ദ്രൻ അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എന്താ നിങ്ങൾ ഇവിടെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്? ഇത് ഈ വീട്ടിലെ ഒരു ചടങ്ങല്ലേ, നിങ്ങൾ എന്താ ഇതിലൊരു ബന്ധവുമില്ലാതെ ഇരിക്കുന്നത്? ഇന്ദ്രജ പറയണ, അത് ശരിയാണല്ലോ അച്ഛൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിൽ എന്ത് ബന്ധമാണുള്ളത്? ഓ യതീന്ദ്രൻ പറയണേ, ഏതാന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അല്ല, ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? മാല ഇട്ടിരിക്കുന്നത് സൂര്യയും നന്ദിനിയും ആ വേലക്കാരൻ രാജുവുമാണ്. അവർക്ക് വേണ്ടി നടത്തുന്ന ഈ പൂജയിൽ എന്തിനാണ് ഞങ്ങൾ വെറുതെ പങ്കെടുക്കുന്നത്? ഞങ്ങൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ യതീന്ദ്രൻ പറയണേ, നിങ്ങൾ അവിടെ വന്ന് ഒന്നും ചെയ്യാനല്ല, ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന പൂജയാണ്. അപ്പോൾ ഈ വീട്ടിലെ കുടുംബങ്ങളെല്ലാവരും അവിടെ വന്ന് നിൽക്കണം, അവിടെ മുന്നിൽ വന്ന് നിൽക്കണം. എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ചടങ്ങ് നടത്താൻ. അതെ, നിങ്ങൾ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നത് അത് ശരിയല്ല. അപ്പോൾ വേദ പറയാണ്, എന്താണാവോ പങ്കെടുക്കാതിരുന്നാൽ? ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല അച്ഛാ. അപ്പോൾ ഇന്ദ്രജ പറയണ്, അത് തന്നെ, ഞങ്ങൾ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്? ഇതിപ്പോൾ അച്ഛനും അമ്മയും വന്നല്ലോ ഈ പൂജ നടത്താൻ, ചടങ്ങ് നടത്താൻ ഒരുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അവരേർപ്പാടാക്കിയ ചടങ്ങല്ലേ, അതിലിപ്പോൾ ഞങ്ങൾ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് കേട്ടപ്പോൾ അവർ എന്ന് പറയുന്നത് നീ ആരെയാണാവോ ഇന്ദ്രജ നീ ഉദ്ദേശിച്ചത്? അല്ല പത്മ, ഇവരോടൊപ്പം നീയും ഇതേ അഭിപ്രായത്തിൽ തന്നെയാണോ ഇരിക്കുന്നത്? പത്മ, ഇവരിങ്ങനെ വിവരമില്ലാതെ ഓരോന്ന് പറയുമ്പോൾ അവരെ തിരുത്തി കൊടുക്കേണ്ടത് നീയല്ലേ? കേട്ടപ്പോൾ വിജയൻ പറയാണ്, അത് അങ്കിൾ പറഞ്ഞത് ശരിയാണ്, ഇവർക്ക് രണ്ടുപേർക്കും വിവരമില്ലാതെ ഓരോന്ന് പറയും. ഇവരെ രണ്ടുപേരെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഇവർക്കതൊന്നും മനസ്സിലാകുന്നില്ല. ഇവരോട് പറഞ്ഞതാണ് ഈ ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാം എന്നുള്ളത്. വിജയൻ അങ്ങനെ പറഞ്ഞതോടുകൂടി ഇന്ദ്രജ വിജയനെ അങ്ങ് ദേഷ്യത്തിൽ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മിണ്ടാതെ വിജയൻ തലയും താഴ്ത്തി നിൽക്കുകയാണ്. ഓ യതീന്ദ്രൻ പത്മയോട് പറയാണ്, നീയും സൂര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മുടെ മോനാണ് മലയ്ക്ക് മാലയിട്ട് പോവാൻ നിൽക്കുന്നത്. അവൻ ഇത്രയ്ക്കധികം മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഒരു അവസരത്തിലെങ്കിലും നിന്റെ മനസ്സിൽ അവനോടുള്ള ദേഷ്യമൊക്കെ മാറ്റിവെച്ച് നീ പ്രസവിച്ച് നിന്റെ മോനെ നീയല്ലേ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കേണ്ടത്. ഈ സമയത്ത് നീ ഇങ്ങനെ ദേഷ്യം കാണിച്ചാലോ എന്നൊക്കെ യതീന്ദ്രൻ പറയുമ്പോൾ പത്മ ഒന്നും മിണ്ടാതെ പത്മ യതീന്ദ്രനോടൊപ്പം പോവാൻ ഒരുങ്ങാണ്. അപ്പോൾ പെട്ടെന്ന് ഇന്ദ്രജയും വേദയും അമ്മ എന്തേ കാണിക്കാൻ പോകുന്നത്? അപ്പോൾ പത്മ ഒന്നും മിണ്ടാതെ നിങ്ങൾ എല്ലാവരും പൂജയിൽ പങ്കെടുക്കാൻ വാ എന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ എല്ലാവരും താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആ സമയത്ത് നന്ദിനി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ പത്മയ്ക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തിൽ പത്മ നന്ദിനിയെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി പെട്ടെന്ന് പത്മയെ നോക്കുന്ന സമയത്ത് ദേഷ്യത്തിൽ നന്ദിനിയെ നോക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നന്ദിനി ചെറുതായിട്ടൊന്ന് മുഖം തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പൂജാരി പറയുകയാണ്, എന്നാൽ നമുക്ക് ചടങ്ങ് തുടങ്ങാം, ആദ്യം വിളക്ക് കത്തിക്ക് എന്ന് നന്ദിനിയോട് പറഞ്ഞതോടെ നന്ദിനി പത്മയെയും ഇന്ദ്രജയെയും വേദയെയും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയണ, നന്ദിനി നീ എന്താ
എന്താ നോക്കി നിൽക്കുന്നത്? നിന്നോടല്ലേ പറഞ്ഞത് വിളക്ക് കത്തിക്കാൻ, നീ അങ്ങ് വിളക്ക് കത്തിച്ചൂട് എന്ന് പറഞ്ഞ് സൂര്യ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് നന്ദിനി വിളക്ക് കൊളുത്തുകയാണ്. കാണുമ്പോൾ പത്മയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ വേദ ഇന്ദ്രജയോട് ചോദിക്കുകയാണ്, അല്ല എന്തിനാണാവോ നന്ദിനി വിളക്ക് കൊളുത്തുന്നത്? ഏട്ടൻ മലക്ക് പോകുന്നതിന് അമ്മയല്ലേ വിളക്ക് കൊളുത്തേണ്ടത്, അതെന്തിനാ ഇവള് കൊളുത്തുന്നത്? അപ്പോൾ ഇന്ദ്രജ പറയണേ, ഇപ്പോൾ തൽക്കാലം ഒന്നും മിണ്ടാതെ നിൽക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം അമ്മ കൂടി നിൽക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ വെറുതെ ഇവിടെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നന്ദിനി വിളക്ക് കൊളുത്തിയ ശേഷം പൂജാരി പറയണേ, എന്നാൽ നമുക്ക് പൂജ തുടങ്ങാം എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, കുറച്ച് VIP ഗസ്റ്റുകളെ ക്ഷണിച്ചിട്ടുണ്ട്, അവർ കൂടി വന്ന ശേഷം നമുക്ക് ചടങ്ങ് തുടങ്ങിയാൽ മതി. അപ്പോൾ ഇന്ദ്രജയും വേദയും പത്മയൊക്കെ ഇവനിപ്പോൾ ഇനി ആരെയാണാവോ ക്ഷണിച്ചിട്ടുള്ളത്? അപ്പോൾ വേദ ഇന്ദ്രജയോട് പറയണേ, അത് മറ്റാരുമായിരിക്കില്ല, ആ നന്ദിനിയുടെ അച്ഛനെയും അവളുടെ അനിയത്തിമാരെയാവും, അവരെയൊക്കെ ആവും ക്ഷണിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ നടക്കും. അമ്മയ്ക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടൂടാ. അവരെ കൂടി ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചടങ്ങ് ഇപ്പം തന്നെ കുളമാക്കിക്കോളും. അവർ വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് സൂര്യ ക്ഷണിച്ച അമ്പലത്തിൽ വെച്ച് കണ്ട ആ യാചകരെയാണ് സൂര്യ കാത്തു നിൽക്കുന്നത്. അവരെല്ലാവരും കൂടി അവിടേക്ക് കയറി വരികയാണ്. അത് കണ്ടപ്പോൾ ഇതെന്താ പിച്ചക്കാരെല്ലാവരും ഇവിടേക്ക് വരുന്നത് എന്നുള്ള ഭാവത്തിലാണ് പത്മയും ഇന്ദ്രജയും വേദയും നോക്കുന്നത്. എന്നിട്ട് വേദ പത്മയോട് പറയണ, അമ്മേ എന്താണ് ഈ കാണിക്കുന്നത്? ഇവരെയൊക്കെ കൂടി എന്തിനാണ് ഈ അകത്തേക്ക് ക്ഷണിക്കുന്നത് എന്നൊക്കെ ചോദിക്കാട്ട. അപ്പോഴത്തേക്കും പത്മ അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. എവിടേക്കാണ് നിങ്ങൾ ഈ തള്ളി പിടിച്ച് കയറി വരുന്നത്? നിങ്ങൾക്ക് വല്ല പൈസയും വേണമെങ്കിൽ 1 രൂപയോ 2 രൂപയോ ഗേറ്റിനപ്പുറത്ത് നിന്നാൽ മതി, അവിടേക്ക് തന്നിരിക്കും, ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന്. അപ്പോൾ അവരെല്ലാവരും ഇറങ്ങിപ്പോവാൻ നിൽക്കുമ്പോൾ സൂര്യ പറയണേ, ഇവിടെ നിന്നും ആരും പോവില്ല, ഇവരെയൊക്കെ ഞാൻ ക്ഷണിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. നിനക്ക് എന്താടാ നാണമുണ്ടോ ഇവരെയൊക്കെ ഇവിടേക്ക് ക്ഷണിക്കാൻ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും തുല്യരാണ്. അവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ എന്നൊന്നും വേർതിരിവ് ദൈവം കാണിക്കില്ല. ദൈവത്തിന്റെ മുന്നിൽ നല്ല മനസ്സ് മാത്രമാണ് ദൈവം നോക്കുക. അത് ഇവർക്ക് ധാരാളമുണ്ട്. നിങ്ങൾക്ക് ഇവരെ കണ്ണിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് മാറി നിന്നേക്ക് എന്ന് പറഞ്ഞ് അവരോടെല്ലാവരോടും അവിടെ ഇരിക്കാൻ പറയാണ്. അത് കണ്ടപ്പോൾ പത്മയ്ക്ക് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പിണങ്ങി പോവാൻ നിൽക്കുമ്പോൾ യതീന്ദ്രൻ തടയുകയാണ്. ഈ സമയത്ത് പത്മ ദേഷ്യം പിടിച്ച് പിണങ്ങി പോവരുത്, നമ്മൾ ക്ഷണിച്ച ഒരുപാട് പേരുണ്ട് ഇവിടെ പൂജാരിയും എല്ലാം വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയെങ്കിലും ഇവിടെ മിണ്ടാതെ നിൽക്കണം പത്മ എന്ന് പറഞ്ഞ് മേ തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ ചടങ്ങുകളൊക്കെ നടത്തുകയാണ്. അങ്ങനെ നന്ദിനിയുടെയും സൂര്യയുടെയും കാല് കഴുകുന്ന ചടങ്ങിലേക്കാണ് അടുത്തത് കടക്കുന്നത്. അങ്ങനെ യതീന്ദ്രൻ സൂര്യയുടെ കാല് കഴുകുന്ന ചടങ്ങ് നടത്തുകയാണ്. അത് കഴിഞ്ഞ് നന്ദിനിയുടെ കാല് കഴുകുന്ന ചടങ്ങിലേക്ക് യതീന്ദ്രൻ കടക്കുന്ന സമയത്ത് പെട്ടെന്ന് നന്ദിനി വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ സ്വാമി പറയണ്, അത് പറയരുത്, ചടങ്ങ് തടസ്സപ്പെടുത്തരുത്, ഈ ചടങ്ങ് നിർബന്ധമായും നടത്തേണ്ടത് തന്നെയാണ്. അങ്ങനെ നന്ദിനിക്ക് യതീന്ദ്രൻ കാല് കഴുകി കൊടുക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാണ്. അങ്ങനെ യതീന്ദ്രൻ നന്ദിനിയുടെ കാലൊക്കെ കഴുകി കൊടുക്കുകയാണ് കേട്ടോ. ആ ചടങ്ങ് നടക്കുകയാണ്. അത് കഴിഞ്ഞ് പത്മയോടാണ് ഇനി പറയുന്നത്. ഇപ്പോൾ യതീന്ദ്രൻ നന്ദിനിയുടെ കാല് കഴുകി കൊടുക്കുന്നത് കാണുമ്പോൾ പത്മയ്ക്കും വേദയ്ക്കും ഇന്ദ്രജയ്ക്കും ഒക്കെ ഒരു ദേഷ്യം പിടിക്കുകയാണ്. ഇതിപ്പോൾ വല്ലാത്തൊരു ചടങ്ങായി പോയല്ലോ, ആ വേലക്കാരിയുടെ കാല് കഴുകി കൊടുക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെയാണ് ചിന്തിച്ചു നിൽക്കുന്നത്. അങ്ങനെ പത്മയെ വിളിക്കുകയാണ്. അപ്പോൾ വിജയൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, വെറുതെ അല്ല സൂര്യാളിയൻ ഇങ്ങനെ ഒരു മാലയിടൽ ചടങ്ങ് നടത്തിയത്, ഇത് തന്നെയായിരിക്കും സൂര്യാളിയൻ്റെ ഉദ്ദേശം, നന്ദിനിയുടെ കാല് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജയ്ക്കും വേദയ്ക്കും പത്മയ്ക്കും ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ നോക്കി നിൽക്കുന്നത്. അങ്ങനെ പത്മയോട് കഴുകി കൊടുക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഒരു മടിയും കൂടാതെ സൂര്യയുടെ കാല് പത്മ കഴുകി കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നന്ദിനിയുടെ കാല് കഴുകി കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നന്ദിനിയുടെ കാല് കഴുകി കൊടുക്കാൻ പത്മയ്ക്ക് മടിയായതുകൊണ്ട് തന്നെ പത്മ അവിടെ നിന്നങ്ങ് എണീറ്റ് പോകുന്ന സമയത്ത് സ്വാമി പറയുകയാണ്, മലക്ക് പോവാൻ വ്രതമെടുത്ത ഒരാൾക്ക് ചെയ്തിട്ട് മറ്റേ ആൾക്ക് ചെയ്യാതിരിക്കുന്നത് അത് ശരിയല്ല, അത് പാപമാണ്, അതുകൊണ്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞതോടെ പത്മ അങ്ങ് കുടുങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ കാല് കഴുകി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അതോടുകൂടി പത്മ ധർമ്മസങ്കടത്തിലാവുകയാണ്. എല്ലാവർക്കും മുന്നിൽ ഞാൻ ആ വേലക്കാരിയുടെ കാല് കഴുകി കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.